നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ ആയങ്കിക്ക് ഒടുവിൽ ജാമ്യം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അർജുൻ ആയങ്കിക്ക് ഒരു കേസിൽ കൂടി ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ കാപ്പ ചുമത്തിയ സാഹചര്യത്തിൽ പുറത്തിറങ്ങാനാകില്ല. പ്രത്യേകിച്ച് ഈ കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കേസായിരുന്നു. ഈ കേസായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അതായത് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അർജുൻ ആയങ്കിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം കിട്ടിയെങ്കിലും കാപ്പ ചുമത്തി ആ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. ആലുവ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ കൂടി അർജുൻ ആയങ്കി ജാമ്യം കിട്ടാനുണ്ട്. റിസോർട്ട് കേസിലെ ജാമ്യം റദ്ദാക്കിയിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കേസിൽ അർജുൻ ആയങ്കിക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം അർജുൻ ആയങ്കിയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ അനുമതി തേടി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്ന കേസ് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസാണ്. ഇതിൽ നിർണായകമായ ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ്, തനിക്കെതിരെ ഉണ്ടാകുന്ന കേസ് പോലീസ് തന്നെ അന്വേഷിക്കുന്ന വിഷയം, ഈ കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കി നേരത്തെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കാം. കുറച്ച് നീണ്ടതായിരിക്കുമെന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. 2023 വരെ ചെയ്തതും ചെയ്യാത്തതുമായ പലവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ് താൻ. അതിനുശേഷം 2026 മെയ് മാസം വരെ യാതൊരുവിധ കേസുകളും പ്രതിയല്ലാതെ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 4 മാത്രം ബാക്കിയുള്ള ആളാണ് താൻ. കോതമംഗലത്ത് അരുൺ എന്ന എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു താനും എൻ്റെ സുഹൃത്തുക്കൾ. അതിൻ്റെ തലേ ദിവസത്തെ ആഘോഷ പരിപാടികളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കി ഷെയർ ചെയ്തിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് 10ഓളം ജീപ്പുകളിൽ ഒരു കൂട്ടം പോലീസുകാർ പുലർച്ചെ 4 മണിക്ക് കയറി വന്ന് ഞങ്ങളെ 10 പേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വാറണ്ടോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിച്ച് വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചവരെ സ്റ്റേഷനിലിരുത്തി വാറണ്ടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ടും വിട്ടയച്ചില്ല. തൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം ഫോണുകൾ പിടിച്ചതിന് ശേഷം വൈകിട്ട് 3 മണിയോടെ 10 പേരിൽ താനടങ്ങുന്ന 6 പേരെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തിട്ടുണ്ട്, സ്റ്റേഷൻ ജാമ്യമില്ല, കോടതിയിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്ന് പുതുക്കിയ നിയമപുസ്തകം ഭാരതീയ ന്യായ സംഹിതയ്ക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചികഞ്ഞ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള വകുപ്പ് തരപ്പെടുത്തിയതിൻ്റെ ആലസ്യത്തോട് സർക്കിൾ ഏമാൻ പറഞ്ഞത് ഒരു തരത്തിലും ജാമ്യം കിട്ടിപ്പോകരുത് എന്ന ഉദ്ദേശത്തിൽ കോടതി സമയം തീർന്ന് പാതിരാത്രിയാവുന്നത് വരെ ഞങ്ങളെ അവിടെ തന്നെ ഇരുത്തി ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുക എന്ന അയാളുടെ തീരുമാനം നടന്നു. കേരള പോലീസിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. തന്നോട് അന്യായം ചെയ്തയാളോട് മാത്രമേ തനിക്ക് പകയും വൈരാഗ്യവും ഉള്ളൂ. കീഴടങ്ങാൻ തുനിഞ്ഞവൻ്റെ മൂർധാവിൽ തുപ്പുന്ന പണിയെടുത്തതിൻ്റെ പ്രതികരണമാണ് കണ്ടത്. പടച്ചോനെ മാത്രമേ പേടിയുള്ളൂ, മനുഷ്യന്മാരെ പേടിയില്ല എന്നായിരുന്നു അർജുൻ ആയങ്കി എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതും ഈ കേസിനെ സംബന്ധിച്ച് പറഞ്ഞതും. എന്തായാലും ആ കേസിൽ തന്നെ അർജുൻ ആയങ്കിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അതേസമയം അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. അർജുൻ ആയങ്കിക്ക് ഇതൊരു കപ്പടിച്ചതുപോലെ, ലോകകപ്പ് വേൾഡ് കപ്പൊക്കെ അടിക്കുക എന്ന് പറയുന്നത് കപ്പടിച്ചു എന്ന് പറയത്തില്ലേ, മപ്പടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയേ ഉള്ളൂ. മപ്പടിച്ചു എന്ന് പറയുന്നത് മസിലടി, ഇങ്ങനെ നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങി ഗുസ്തി പിടിക്കുന്നതിന് മുമ്പ് മപ്പടിച്ച് 2 കൈ 2 വശത്തേക്ക് നീട്ടിക്കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആ പരിപാടിക്ക് അത്രയേ ഉള്ളൂ. ഈ ക്രിമിനലുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, കൊടും ക്രിമിനലുകൾക്ക്. അതേസമയം ഒരു ജനപ്രതിനിധിക്ക് പ്രശ്നമാണ്. അതാണ് സുഗതൻ, വാഴോട്ടുകോണം ജനപ്രതിനിധിയായിട്ടുള്ള കൗൺസിലറായിട്ടുള്ള സുഗതനെ നേരിട്ടത്. കാരണം ഇദ്ദേഹത്തിന് കോർപ്പറേഷൻ ഓഫീസ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം, ഒപ്പിടണം. ഇതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യം അങ്ങ് സൃഷ്ടിച്ചതാണ്. എന്നിട്ട് മറ്റൊരു കൗൺസിലറായിട്ടുള്ള ശബരിനാഥൻ വിളിച്ചങ്ങ് പറയുകയാണ്, ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ ഇവനെ ഞാൻ മേലാലിനി ഇതിനകത്ത് വന്ന് ഹാജരിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവിടെ അത് തന്നെയാണ് നേരത്തെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ഉണ്ടായ ബഹളം. ഹാജർ വെച്ചോ, സുഗതൻ ഹാജർ വെച്ചു. ഇത് നോക്കുക, ഇയാൾ പരിശോധിക്കുക. ആരായി? ശബരിനാഥൻ, ജില്ലാ കലക്ടറോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ IAS കാരിയായിരിക്കാം. ഹൂ കെയേഴ്സ് ദാറ്റ്? വിഴിഞ്ഞം പ്രോജക്റ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അത് കാണിക്കരുത്. ഒരു ജനപ്രതിനിധി, രാഷ്ട്രീയ ബോധമുള്ള ഒരാളും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന് അതില്ല. ജി കാർത്തികേയന് പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ പക്വത കിട്ടിയിട്ടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. ഒരു ജനപ്രതിനിധി അങ്ങനെ നിങ്ങൾ തടയരുത്. ഏത് പാർട്ടിയിലും പെട്ടാട്ടെ. നിങ്ങളപ്പോൾ നിങ്ങളുടെ ജനാധിപത്യ മര്യാദയനുസരിച്ചൊരു വാർഡ് കൗൺസിലിൽ
പോലും അംഗമായിരിക്കാൻ യോഗ്യനല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ അവനെ അങ്ങ് അനുവദിക്കില്ല. നിങ്ങൾ ആരെ ഈ ജനാധിപത്യ രാജ്യത്ത് പറയാൻ വന്നില്ലേ? ചമ്മയില്ലേ നിങ്ങൾ? എത്ര കുരുക്കിട്ടിട്ടും നിങ്ങളുടെ അണ്ടർ സെക്രട്ടറി വരെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളതല്ലേ? അതല്ലേ നിയമം വ്യാഖ്യാനിച്ചതിന് അവരെ പുറത്താക്കി. ഇതല്ലേ നിങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ മനസ്സോടെ അർജുൻ ആയങ്കി എന്ന് പറയുന്ന പോലീസുകാരെയും എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന പല കൊലപാതകങ്ങളിലും പങ്കെടുത്തിട്ടുള്ള കൊട്ടേഷൻകാരനായിട്ടുള്ള ആളിനെ പേടിച്ചെന്ന പോലെ ഇങ്ങനെ കാപ്പായും. ഇത്ര സമയം വേണം ഇത് ആലോചിക്കാൻ. നമ്മുടെ രാമായണ മാസം മുഴുവൻ കഴിഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുക കാപ്പയുമത്താന്ന്. ഈ ഒരു സാവകാശമൊന്നും കണ്ടില്ലല്ലോ സുഗതൻ്റെ കാര്യത്തിൽ. ഇവിടെ പേടിയുണ്ടല്ലേ? കണ്ണൂർ ഗ്രാമങ്ങളിലേക്ക് ഇനി പോകാൻ പേടിയുണ്ട്. SIR സമയത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഒരാളിനെ തന്നെയല്ലേ, ഒരു NGO അസോസിയേഷൻ്റെ ഒരാളിനെ തന്നെയല്ലേ അവിടെ നശിപ്പിച്ച് കളഞ്ഞത്, കൊന്നത്? ഇവന്മാരെല്ലാം കൂടി അവനെ ഭീഷണിപ്പെടുത്തിയത് എന്തുമായിരുന്നു? ഇവിടെ വന്ന ഞങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഞങ്ങളില്ലാത്ത പേരുകൾ ചേർക്കും, അതിൽ വല്ല തിരുത്തലും നടത്തിയാൽ നിൻ്റെ തലയങ്ങൾ കുയ്ത് കളയും. ഇത് പേടിച്ച് അയാൾ അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ വരാതിരുന്ന അയാൾ ആത്മഹത്യ ചെയ്തു. NGO അസോസിയേഷൻകാരൻ. അത്ര പേടിയാണ് നിങ്ങൾക്ക്. ആ പേടി BJPയോടില്ല. ഇപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതങ്ങ് പൂ ബിസ്ക്കറ്റ് പോലെ എടുത്തങ്ങ് കളയാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പറ്റില്ല. കണ്ടില്ലേ ശക്തമായിട്ട് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്? അവരുടെ ഭൂരിപക്ഷം നടത്തി അങ്ങനെ അട്ടിമറിയിലൂടെ ഭരണം കൈയാളാവുന്ന CPM കോൺഗ്രസും കൂടി വിചാരിച്ച് നന്ദ കഷ്ടമെന്നല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ജനപ്രതിനിധിക്ക് നേരെ സ്വീകരിക്കാൻ യാതൊരാലോചനയില്ല നടപടി സ്വീകരിക്കുക. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിയമം പറഞ്ഞുകൊടുത്ത ആളിനെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കാം, സർവീസിൽ നിന്ന് പുറത്താക്കാം. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആ ധൈര്യമുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് അർജുൻ ആയങ്കി എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഈ ക്രിമിനലിനെ കാപ്പ പണ്ടേ ചുമത്തേണ്ടതായിരുന്നു? നിങ്ങൾ അധികാരത്തിൽ കയറിയപ്പോൾ ചുമത്തേണ്ടതായിരുന്നു. കൊലപാതകങ്ങളിൽ CPMൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കത്തിയെടുത്തിട്ടുള്ള വ്യക്തിയാണെന്ന് സ്വയം പറയുന്ന ആളല്ലേ അദ്ദേഹം? CPMൻ്റെ അഭിഭാഷകരാണ് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെന്താ അവിടെ ഒരു രാഷ്ട്രീയ മര്യാദയില്ലേ? കൊലപാതകങ്ങൾക്കും കൂട്ടിത്തല്ലുകൾക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കും കൂട്ടുപിടിച്ച ഒരാളിനെ റോഡ് വഴി നീളം നടന്നുകൊണ്ട് വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ട് തുറന്നു വിട്ടിരിക്കുന്നത്? ക്രമസമാധാനം എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റികളിൽ മുമ്പിലുള്ള ഒന്നല്ലേ? ഞാനിപ്പോൾ തൂഫാനിൽ കൂടെ 10,000 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രമസമാധാനം വഷളായെങ്കിൽ ഒരു ഗൂണ്ടയ്ക്ക് തെരുവിലിറങ്ങിക്കൊണ്ട് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ, പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ, അതാണ് ക്രമസമാധാനത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച. അത് അറസ്റ്റ് ചെയ്യാൻ കഴിയണം. അത് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറയുന്നത്. അത് അറസ്റ്റ് ചെയ്യണം. ക്രമസമാധാന നിലയുടെ തകർച്ച. ഈ ആളുകൾ ജയിലിന് പുറത്തിറങ്ങിയാൽ നശിക്കുന്ന ഒന്നിൻ്റെ പേരാണ് ക്രമസമാധാന നില. ഇനി ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. എത്ര നാളെടുത്ത് ഇത് നടപ്പാക്കാൻ? ഇപ്പം ഈ കാപ്പ എന്ന് പറയുന്നത് അയാൾക്ക് എന്തോന്നു? ഇയാളുടെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ജയിലിലിരുന്നപ്പം മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച ആളാണ്. നിസാരക്കാരനൊന്നും അല്ല അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആൾ, ചെറിയ ആൾ. നിങ്ങൾ പോലീസ് വളഞ്ഞു എന്നപ്പോൾ വക്കീലിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച ആളാണ് അദ്ദേഹം. വക്കീൽ ചോദിക്കും പോലീസിനോട്, നിങ്ങളുടെ ഈ വാറണ്ട് ഉണ്ടോ അറസ്റ്റ് ചെയ്യാൻ? പറ്റില്ല എന്ന് പറഞ്ഞ് വക്കീൽ പോലീസിനെ വിരട്ടി വിടും. അതായിരുന്നു സൂത്രം. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും. കോടതി തീരുമാനിക്കും ഇയാളെ അറസ്റ്റ് ചെയ്യണോ, കസ്റ്റഡിയിലെടുക്കണോ, റിമാൻഡിൽ വിടണം. മനസ്സിലായില്ലേ? അതാണ് CPMൻ്റെ ആസൂത്രണം. നിങ്ങൾ അതിൻ്റെ പുറത്തിരുന്ന് ചർച്ച നടത്തുക, അടയിരിക്കുക. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അടയിരിക്കുന്നത് PSCയുടെ കാര്യത്തിലും. എന്താ തടസ്സം? PSCക്കാരെ എല്ലാം മാസ് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എവിടെ അഴിമതി നടന്നിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു? പിന്നെ നിങ്ങളെ തലയെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കാര്യം എന്താ? ഇത്രയും ഭാരിച്ച ശമ്പളം 21 പേരെയും വെച്ചുകൊണ്ട് 21 തലയുള്ള രാവണൻ എന്ന് പറയുന്നുള്ളൊരു പ്രതിഭാസമാണ് PSC അല്ലേ? വിദ്യാർത്ഥികളെ ആത്മഹത്യകളിലേക്ക് നയിക്കാൻ, കൊല്ലാൻ വേണ്ടിയിട്ട്, കല്ല് തിന്നിക്കാൻ വേണ്ടിയിട്ട്, മണ്ണ് തിന്നിക്കാൻ വേണ്ടിയിട്ട്, പുല്ല് തിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. സൂത്രത്തിൽ ഇപ്പോൾ സമരമൊക്കെ ഒഴിവായി, പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങളവിടെ കോക്രോച്ച് നടന്ന ജന്തർ മന്ദറിൽ നടന്ന സമരത്തെയൊക്കെ ഇങ്ങനെ ആവണം പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ഇവിടെ നീതി നടപ്പാക്കാത്ത എന്താ? തുല്യനീതി നടപ്പാക്കണ്ടേ? ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന സുഗതൻ്റെ കാര്യത്തിലൊരു നീതി, ആയങ്കിയുടെ കാര്യത്തിൽ മറ്റൊരു നീതി. പണ്ടൊക്കെ ബ്രാഹ്മണർക്ക് വേറൊരു നീതി എന്ന് പറയുന്ന പോലല്ലേ? ആ പരിപാടിയല്ലേ നിങ്ങൾ നടന്നിരിക്കുക? എന്തായാലും കൊള്ളാം. ഇത് അദ്ദേഹത്തിന് കാപ്പ വിമത്തി എന്തോ വലിയൊരു മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുമല്ലോ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഈ
കാപ്പ ചുമത്തുമ്പോൾ എന്തൊക്കെയാണ് നടപടികൾ നേരിടേണ്ടി വരിക? ഈ ജില്ലയിൽ കാലുകുത്താനാകില്ല? ഒന്നുമില്ലെന്നേ, ഈ ജില്ലയിലോട്ട് കാലെടുത്ത് കുത്താൻ പാടില്ല. ഇതിപ്പോൾ എന്താ കുഴപ്പം? ഈ ഫോണും ഞാനതാ പറഞ്ഞു, ജയിലിലിരുന്ന് ഫോൺ ഉപയോഗിച്ച ആളിന് അടുത്ത ജില്ലയിരുന്ന് കണ്ണൂരിന് പകരം വയനാട് ജില്ലയിൽ പോയിരുന്ന് ഫോൺ വെച്ചടാ അവനെ തട്ടിയേക്ക്, അവൻ്റെ കാല് വെട്ടിയേക്ക് എന്ന് പറഞ്ഞുകൂടെ? ആ പോലീസുകാരനെ അവൻ്റെ പുറകിൽ നിന്ന് 2 അടിയും കൊടുത്തേക്ക്. പറയാൻ പറ്റില്ലേ എന്താ പ്രയാസം? പോലീസുകാരൻ 2 അടി കൊടുത്തപ്പോൾ അവൻ പേടിക്കും. മനസ്സിലായി? ഇവനെ വരട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ ചെയ്യും. എൻ്റെ കൊട്ടേഷനിൽപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ടാ, അവർ ചെയ്യും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഈ കാപ്പ എന്ന് പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല. ബ്രിട്ടീഷുകാരൻ്റെ കാലത്തെ നിയമങ്ങളാണ്. മനസ്സിലായില്ലേ? കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ആൻറ്റി സോഷ്യൽ, കംപ്ലീറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇവർ നടത്തുന്നത്. എന്നിട്ടാണ് പിന്നെ റാങ്ക് കിട്ടാത്തവന് തൊഴിൽ കൊടുക്കുക. ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി അല്ലേ അവിടെ നടത്തുന്ന ആ ക്രിമിനലിസത്തിന്? ആര് കാപ്പ ചുമത്തും? ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം മാറ്റടി. നിയമങ്ങളൊക്കെ അഴിച്ചു പണിയേണ്ട കാലങ്ങൾ വന്നു കഴിഞ്ഞു. VNS ഉണ്ട്, ഭാരതീയ ന്യായശാസന. അതിനൊക്കെ അപ്പുറം ഈ നിയമത്തിൻ്റെ പഴുതുകളിൽ കൂടി ഇമാതിരിയുള്ള ഗുണ്ടകൾക്ക് രക്ഷപ്പെടാനും ആ നിരപരാധികളെ ശിക്ഷിക്കാനും സുഗതനെ പോലെ ഉള്ളൊരവസ്ഥ ഉണ്ടാവരുത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല വേറെ ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിൻ്റെ കൂടെ പോയി ആരുടെയെങ്കിലും തലവെട്ടിയായിട്ട് കേസുണ്ടോ? കൊലപാതകത്തിൽ ചന്ദ്രശേഖരൻ കൊലപാതകം പോലുള്ള കൊലപാതകത്തിൽ കൊട്ടേഷൻ സംഘമായി പോയതിൻ്റെ തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസിനെതിരെ അദ്ദേഹത്തിന് ഒച്ച ഉയർത്തേണ്ടി വന്നു കാണും. അതിന് വട്ടിയൂർക്കാവ് CI അതിന് പ്രതികാരം ചെയ്യുമോ? അത് കാര്യം ഇപ്പോൾ സൗഹൃദ പോലീസ് എന്ന് പറഞ്ഞു. നല്ല സൗഹൃദ പോലീസാണ് വട്ടിയൂർക്കാവിൽ. സുഗതന് നേരെ തോക്ക് ആകാശത്തേക്ക് വെടിവെച്ചു. ആകാശത്തെല്ലാം കയറിയെ തൊടാൻ വയ്യ, പക്ഷേ ആകാശത്തേക്ക് വെടിവെച്ച് കാണിക്കുക, പേടിപ്പിക്കുക. ഇവിടെ നടക്കും. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ എന്താ നിങ്ങളുടെ വീരസ്യം ചിലവാകാത്തത്? അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാലത്ത് നടന്നു. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോയി പ്രതികളെ പിടിച്ചില്ലേ? പിടിച്ചപ്പോൾ അവിടെ അക്രമവും ബഹളവും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഫലമെന്താ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആ വകുപ്പിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി. അപ്പോൾ ആ പേടി നിങ്ങളെപ്പോഴും എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് CPM-ആയിട്ട് ഇപ്പോഴും കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട്. ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്, മറക്കണ്ട. അതുപോലെ തന്നെ ഇതിനകത്തിപ്പം ഇനി അഥവാ ഇത് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിയമ നടപടി നേരിടേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ്? ഒന്നുമില്ലെന്നേ. ഇത് അവനെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒന്നാണ്. വളരെ ഇമ്മ്യൂണാണ്. കാരണം അവനൊരു ജനപ്രതിനിധിയല്ല. അവന് വന്ന് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ട കാര്യമില്ല. താൻ തോന്നിത്തമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്തോന്ന് പ്രശ്നമാണ്? ഇപ്പോൾ അധികാരത്തിൽ നിന്നും പോയിരിക്കുക. പാർട്ടി ഗ്രാമങ്ങളിലും വലിയ സുരക്ഷയൊന്നുമില്ല, വലുതായിട്ടൊന്നും പേടിപ്പിക്കാനും ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അയാൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് എനിക്ക് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് ക്രിമിനൽ കാര്യങ്ങളിൽ. അപ്പോൾ ജില്ലാ കളക്ടറാണ് ഇതിന് അംഗീകാരവും കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. കാപ്പയുള്ള എത്രയോ പേര് പാർട്ടിയിൽ അംഗങ്ങളായിട്ട് പത്തനംതിട്ട വരുന്നത് നമ്മൾ കണ്ടതല്ലേ? ANSI വീണ ജോർജ്, മന്ത്രി വീണ ജോർജ് പരസ്യമായിട്ട് കാപ്പ പ്രതിയെ പാർട്ടിയിൽ അംഗമാക്കി. പാർട്ടിയിൽ അംഗമായിട്ട് തുടങ്ങുന്ന എന്ത് തടസ്സവുമല്ല. പിന്നെ എന്തോ ഇയാൾക്ക് കുഴപ്പം വരാൻ പോകുന്നത്? ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ പോലീസിനെയൊക്കെ വട്ടം ചുറ്റിച്ച ഒരു പ്രതിയായിരുന്നു പിടികൂടുന്നത്. ഇപ്പോൾ കാപ്പ ചുമത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.